യുദ്ധക്കെടുതികളിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന ഏതാണ്? ഉത്തരം റെഡ് ക്രോസ്. അന്താരാഷ്ട്ര റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ജീൻ ഹെൻറി ഡ്യുനന്റ്. അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം എന്നാണ്? ഉത്തരം മെയ് 8. അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ഏത് രാജ്യത്താണ്? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യയിൽ JRC പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1920. IRCSൻ്റെ പൂർണ്ണരൂപം എഴുതുക. ഉത്തരം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏതാണ്? ഉത്തരം സേവന മേഖല. റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്ന മെയ് 8 ആരുടെ ജന്മദിനമാണ്? ഉത്തരം ജീൻ ഹെൻറി ഡ്യുനന്റ്. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകനായിരുന്ന ജീൻ ഹെൻറി ഡ്യുനന്റ് ജനിച്ചത് എന്നാണ്? ഉത്തരം 1828 മെയ് 8 ജനീവയിൽ. റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം എന്നാണ്? ഉത്തരം 1863 ഒക്ടോബർ 29. ഏത് യുദ്ധത്തിൻ്റെ കെടുതികളാണ് ഹെൻറി ഡ്യുനന്റിനെ റെഡ് ക്രോസ് സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചത്? ഉത്തരം സോൾഫെറിനോ യുദ്ധത്തിൻ്റെ ദുരന്തങ്ങൾക്കു ദൃക്സാക്ഷിയാകേണ്ടി വന്നപ്പോൾ. സോൾഫെറിനോ യുദ്ധം ഏത് വർഷമായിരുന്നു? ഉത്തരം 1859 ഇറ്റലിയിൽ. ജീൻ ഹെൻറി ഡ്യുനന്റ് സോൾഫെറിനോ യുദ്ധത്തിൻ്റെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥം? ഉത്തരം എ മെമ്മറി ഓഫ് സോൾഫെറിനോ. ജീൻ ഹെൻറി ഡ്യുനന്റ് എഴുതിയ എ മെമ്മറി ഓഫ് സോൾഫെറിനോ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1862. റെഡ് ക്രോസിൻ്റെ ആപ്തവാക്യം എന്താണ്? ഉത്തരം ചാരിറ്റി ഇൻ വാർ. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. ICRCയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ്. ഫ്രെഡറിക് പാസിയുമായി ആദ്യത്തെ സമാധാന നോബൽ സമ്മാനം പങ്കിട്ട റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപകൻ? ഉത്തരം ജീൻ ഹെൻറി ഡ്യുനന്റ്. JRC യൂണിറ്റിൻ്റെ ചുമതല വഹിക്കുന്ന അധ്യാപകർ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കൗൺസിലർ. കേരള റെഡ് ക്രോസ് ഘടകത്തിൻ്റെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം കേരള ഗവർണർ. കേരള റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ വഞ്ചിയൂർ. റെഡ് ക്രോസിൻ്റെ പതാകയുടെ നിറം എന്താണ്? ഉത്തരം വെള്ള. വെള്ള പതാകയിൽ ചുവപ്പ് നിറത്തിലുള്ള കുരിശിൻ്റെ ചിത്രം. അമേരിക്കൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ക്ലാര ബർട്ടിൻ. അവശരും വികലാംഗരുമായ ഭടന്മാർക്ക് വേണ്ടി റെഡ് ക്രോസ് 1946 നിർമ്മിച്ച ഭവനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ബാംഗ്ലൂർ. ഇന്ത്യയിൽ ജൂനിയർ റെഡ് ക്രോസ് സൊസൈറ്റി ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം പഞ്ചാബ്. ഏറ്റവും കൂടുതൽ തവണ നോബൽ സമ്മാനം ലഭിച്ച സംഘടന ഏതാണ്? ഉത്തരം റെഡ് ക്രോസ്. 3 തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം റെഡ് ക്രോസിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി. സോൾഫെറിനോ സുവനീർ ഏതു ഭാഷയിലാണ് രചിച്ചത്? ഉത്തരം ഫ്രഞ്ച് ഭാഷയിൽ. ട്രാഫിക് അടയാളങ്ങളെ
എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ഉത്തരം 3. JRCയുടെ മോട്ടോ എന്താണ്? ഉത്തരം ഐ സെർവ്. ഏതു ജില്ലയിലാണ് മലയാളക്കരയിലെ ആദ്യ JRC യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്? ഉത്തരം പാലക്കാട്. വേഗത നിയന്ത്രണ ചട്ടങ്ങൾ ഡ്രൈവർ പാലിക്കേണ്ട സെക്ഷൻ നമ്പർ എത്രയാണ്? ഉത്തരം 112. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ നമ്പർ എത്രയാണ്? കേരളത്തിലെ ആദ്യ മാതൃകാ യൂണിറ്റ് ഏത് സ്കൂളിലാണ് പ്രവർത്തിക്കുന്നത്? ഉത്തരം പാലക്കാട് സെന്റ് തോമസ് മിഷൻ സ്കൂൾ. അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ. NSSന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം നാഷണൽ സർവീസ് സൊസൈറ്റി. ഹെൻറി ഡ്യുനൻ അന്തരിച്ച വർഷം എന്ന്? ഉത്തരം 1910. JRCക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ച വർഷം എന്ന്? ഉത്തരം 2005. സോൾഫറിനോ യുദ്ധം നടന്ന വർഷം എന്നാണ്? ഉത്തരം 1859. ജനീവയിൽ റെഡ് ക്രോസിൻ്റെ ആദ്യ യോഗം നടന്ന വർഷം? ഉത്തരം 1863. കേരളത്തിൽ JRC പ്രവർത്തനം ആരംഭിച്ച വർഷം? ഉത്തരം 1929. ഹെൻറി ഡ്യുനന്റിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം എന്നാണ്? ഉത്തരം 1901. റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് ഒന്നാമത് നോബൽ സമ്മാനം ലഭിച്ചത് എന്നാണ്? ഉത്തരം 1917. റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് രണ്ടാമത് നോബൽ സമ്മാനം ലഭിച്ചതെന്നാണ്? ഉത്തരം 1944. റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് മൂന്നാമത് നോബൽ സമ്മാനം ലഭിച്ച വർഷം? ഉത്തരം 1963. ഹോൺ മുഴക്കാൻ പാടില്ലാത്ത സ്ഥലം ഏതാണ്? ഉത്തരം കോടതി. ഹെൻറി ഡ്യുനന്റിൻ്റെ മരണം എന്നായിരുന്നു? ഉത്തരം 1910 ഒക്ടോബർ 30. മാനസികമോ ശാരീരികമോ ആയ അസുഖം ബാധിച്ച ആൾ വാഹനം ഓടിക്കാൻ പാടില്ല എന്നത് എത്രാമത്തെ സെക്ഷൻ നമ്പറിൽ പെടുന്നു? ഉത്തരം 196. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 28. റെഡ് ക്രോസിൻ്റെ സ്ഥാപകനായ ജീൻ ഹെൻറി ഡ്യുനന്റിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം ജീൻ ജാക്കോസ്. ഗാന്ധിജിയുടെ സുഹൃത്തും ഫ്രഞ്ച് സാഹിത്യകാരനുമായ റെഡ് ക്രോസിനു വേണ്ടി സേവനം ചെയ്ത വ്യക്തിയുടെ പേര്? ഉത്തരം റോമൻ റോളണ്ട്. ഒരു വണ്ടിയുടെ പെർമിറ്റും രജിസ്ട്രേഷനും പ്രകാരം അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഭാരം കയറ്റാൻ പാടില്ല എന്നത് ട്രാഫിക് നിയമത്തിലെ എത്രാമത്തെ സെക്ഷനിൽ പെടുന്നു? ഉത്തരം 113. എത്ര അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം? ഉത്തരം 206. കേരളത്തിലെ ആദ്യ മോഡൽ JRC യൂണിറ്റ് ഏത് ജില്ലയിൽ പ്രവർത്തിക്കുന്നു? ഉത്തരം കൊല്ലം. റെഡ് ക്രോസിൻ്റെ നിയമങ്ങൾ പാലിക്കുന്ന കാൽനടക്കാരൻ റോഡിൻ്റെ ഏത് വശത്തു കൂടിയാണ് യാത്ര ചെയ്യേണ്ടത്? ഉത്തരം വലതുവശത്ത്. ഏറ്റവും ശക്തിയുള്ള ഫോർവേഡ് ഗിയർ ഏതാണ്? ഉത്തരം ഫസ്റ്റ് ഗിയർ.